ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഡേ ഇൻ മൈ ലൈഫല്ലേ ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റി പിടിക്കാമെന്നൊക്കെ കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കാലത്തില്ലേ നമ്മളിന്ന് ഓട്ടപ്പട്ട ഉണ്ടാക്കുന്നത്. ഓട്ടപ്പത്തിന് നമ്മളിത് കുറച്ച് പൊടി എടുത്തിട്ട് അതിൽ ചെറിയുള്ളി നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോറും കൂട്ടെ, എന്നിട്ട് ഓട്ടപ്പം ഉണ്ടാക്കി നോക്കി അടിപൊളി ഓട്ടപ്പായിരിക്കൂട്ടാ. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് ഇതാ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് നന്നായിട്ട് ശരിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓട്ടപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ, അത് കൂട്ടി കഴിക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഓരോ ഓട്ടപ്പം നമ്മൾ ചുട്ടെടുക്കും ഗൈസ്. അപ്പോൾ അങ്ങനെ ഓട്ടപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മലപ്പുറം ഈ ഭാഗത്ത് ഓട്ടപ്പം, ദോശ, പിന്നെ ഇഡ്ഡലി, വെള്ളപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മളെ മുറ്റടിക്കലും അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ മീൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തി ഇന്നലെ തൊട്ടടുത്ത വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കുക, എന്നിട്ട് ഒന്ന് മുളക് ഇടാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ചക്ക മുറിച്ചിട്ട് ഈ ചക്കൻ്റെ വിളഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കത്തി ശരിയാക്കി എടുത്തതാണ്. ഒന്ന് ഇതാക്കിയപ്പോൾ ഇങ്ങനത്തെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്യാസ് ഒന്ന് വെച്ചപ്പോൾ അങ്ങനെ അതൊന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം ഞങ്ങൾ മീൻ കറി വെക്കാമെന്ന് കരുതിയിട്ട് മീൻ കറി ഇതാ. അപ്പോൾ ഒരു 3 മത്തി എടുത്തിട്ട് മീൻ കറി വെച്ചു. പിന്നെ 2 മത്തി എടുത്തിട്ട് ഞാൻ പൊരിക്കും ചെയ്തു കേട്ടോ. അത്രമാത്രമൊക്കെ മതിയേ, അതുകൊണ്ടാണ്. പിന്നെ നമുക്കിന്ന് എന്താണ് അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പോകണ്ടേ, അപ്പോൾ അതാണ് കേട്ടോ. അൽഹംദുലില്ലാ, എങ്കിലും റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഓരോ ദിവസങ്ങളും. അപ്പോൾ നമ്മൾ കറിയൊക്കെ തിളച്ചതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മീനൊന്നും നമ്മൾ സുനിതേച്ചി പറഞ്ഞ പോലെ ഒരു രസവും ഇല്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മത്തൻ്റെലും ചേന്തയിലൊക്കെ തന്നെ ആയിരിക്കും ഇതിനെക്കാട്ടും ടേസ്റ്റും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കറിയിൽ മീനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കാബേജ് ഉപ്പേരി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പേരിക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ ചില ദിവസങ്ങൾ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ കാബേജിൽ തേങ്ങ ഒന്നും ഇടാറില്ല കേട്ടോ. തോന്നുന്ന മസാലയാണ്. ഇന്നിപ്പോൾ എന്താ തോന്നുന്നത് അതുപോലെ ചെല്ലും. അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ കേട്ടോ, ഓരോന്ന് മാറ്റി പിടിക്കും. അപ്പോൾ കാബേജ് ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസത്തിന് പിന്നെ കാബേജ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് വറക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് പെരുണ്ട്, പുറത്ത് മീൻ വറുത്തു. അതിൻ്റെ ഇടയിൽ തന്നെ തുടക്കലും അടിക്കലൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതും ഒന്ന് കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ളവരെ കൂടെ എന്നും നിൽക്കുമ്പോൾ നമുക്കൊരു വിലയും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് മാറി നിന്ന് നോക്കി. അപ്പോൾ കുറച്ച് സ്നേഹം, ബഹുമാനം, ഇഷ്ടം എല്ലാവർക്കും ഒന്ന് തോന്നും കേട്ടോ. അകലെ നിൽക്കുമ്പോഴേ നമുക്ക് ആരോടെങ്കിലും അതിൻ്റെ ഒരു വില തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്നേ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങൻ്റെ മൊഞ്ച് കണ്ടിട്ട് ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് എന്തോ ഒരു കേട് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളിക്കാൻ മക്കൾസിൻ്റെ കൂടെ 2-3 കുട്ടികൾ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഈ ഒരു മാങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട് കൊതിച്ച് പറവുളിങ്ങനെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്യൂസ് അടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേനലവധിക്ക് നമ്മളെ വീട്ടിൽ കുട്ടികളും എല്ലാവരും കളിക്കാനൊക്കെ വരൂലേ. അപ്പോൾ തൊട്ടടുത്ത് പറമ്പിൽ പാടത്തൊക്കെ ഉണ്ടെങ്കിൽ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. മക്കൾസിനെ ഈ ഒരു ടൈമിൽ നല്ലോണം ശ്രദ്ധിക്കണേ. നായ്ക്കളെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ എല്ലായിടത്തും നായ്ക്കളാണല്ലോ. അപ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നായ്ക്കളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴാണ് എന്താണെന്ന് സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനെൻ്റെ സ്വത്തൂസിനെയും കൊച്ചൂസിനെയും വിടുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ചിങ്ങാണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയൊരു പറമ്പ് ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു പേടിയാണ് കേട്ടോ, മക്കൾസ് എവിടെ പോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ മക്കൾസിന് ഞാൻ ജ്യൂസൊക്കെ കൊടുത്ത് അവർ പെട്ടെന്ന് തന്നെ വലിച്ച് കുടിച്ച് പോയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതോടൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് നന്ദി കൊടുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ഉച്ചയ്ക്ക് ശേഷം കഴിച്ചു. ഉച്ചയ്ക്ക് ചോറ് നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാ മുത്തുമണികൾക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് എന്താ പറയുക
കണ്ട് സപ്പോർട്ടും ചെയ്യുക, സബ് ചെയ്യുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. മക്കൾസ് തന്നെയല്ലേ തുമ്പിനൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.